അതുപോലെ മൗലികത തെളിയിക്കാൻ വേണ്ടി മീര ചെയ്ത എന്തോ ഒരു സംഗതിയാണ്. എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ ചിരിയാണ്. ഈ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്ന ഒരു രീതി എങ്ങനെ ഒരു സമൂഹത്തെ, അതിലെ ജനങ്ങളെ, അതിൻ്റെ ഭരണകൂടത്തെ എത്രയും വേഗം അലർട്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ചോദ്യത്തിലേക്ക് ക്യാമറ തിരിച്ചു വയ്ക്കാൻ ജോഷി ജോസഫിനെ കഴിഞ്ഞത് നമ്മളിന്ന് കാണുന്നുണ്ട്. അത് പിന്നീട് അതിൻ്റെ അലയൊലികൾ കടന്നു പോകാത്ത മേഖലകളില്ല. ഡോക്യുമെൻ്ററി സ്വയം പൂർണ്ണവും സ്വച്ഛന്ത ജീവിതവുമുള്ള ഒരു വിനിമയോപാധിയാണ് എന്നതാണ് ജോഷി ജോസഫിൻ്റെ മതം. സൗന്ദര്യപരമായി അത് ഫീച്ചർ ഫിലിമിൻ്റെ സാമന്ത ഗണമല്ല. കഥാചിത്ര നിർമ്മിതിക്കായുള്ള പരിശീലനോപാധിയുമായിരിക്കരുത് അത്. ചരിത്രത്തിൽ ഡോക്യുമെൻ്ററികൾക്ക് നിർവഹിക്കാനുള്ളത് മനുഷ്യനോടുള്ള മഹത്തായ നൈതിക വാഗ്ദാനങ്ങളാണ്. നമുക്ക് മലയാളികൾക്കെല്ലാം വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് 6ാമത്തെ നാഷണൽ അവാർഡ് ഷോർട്ട് ഫിലിമിന്. ഇതിൽ ഒരു അവാർഡ് മാത്രമാണ് അദ്ദേഹത്തിന് തൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിന് ലഭിച്ചത്. ബാക്കിയെല്ലാം ഷോർട്ട് ഫിലിംസിനുള്ള അവാർഡുകളായിരുന്നു. നമ്മളൊരു ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം, അതിലൂടെ നമ്മളിങ്ങനെ ഒരു സ്വപ്ന സഞ്ചാരിയെപ്പോലെ പോയിട്ട് നമുക്കൊരു ഇഷ്യൂ അവതരിപ്പിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഈ ഡോക്യുമെൻ്ററിയുടെ ഇതിൽ വരാത്തതുകൊണ്ടും ഇതിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന സംഗതിയാണ് സിനിമ എന്ന മട്ടിലുള്ള അവതരണമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ഞാനൊരു ഭയങ്കര സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബംഗാളിൽ ഗംഭീരൻ ഡോക്യുമെൻ്ററികളുണ്ടാകുന്നു. ഗംഭീരം എന്ന് വെച്ചാൽ വളരെ നമ്മളെ ശരിക്കും ഇവിടുത്തെ ഫിക്ഷൻ ഫിലിമിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇവിടെ ഷോർട്ട് ഫിക്ഷൻ ഫിലിമിലും ഡോക്യുമെൻ്ററിയിലുമാണ്. ആ രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത കേരളത്തിലുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല. അഥവാ അവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് ഈ ആശാരിപ്പണി പഠിച്ചിട്ട് മുടി വെട്ടി പഠിച്ചിട്ട് അടുത്ത സംഗതിയാണ് ഫീച്ചർ ഫിലിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മുടി വെട്ടി പഠിക്കാൻ, ഉള്ളി ഒന്ന് ശരിയാക്കാൻ, എങ്ങനെ പിടിക്കണമെന്ന് അറിയാൻ വേണ്ടി ഡോക്യുമെൻ്ററി എടുത്ത് തുടങ്ങുന്നതെന്നല്ലാതെ ഫിക്ഷൻ ഫിലിം പോലെ തന്നെ സീരിയസായി കമ്മിറ്റഡായി എൻജോയ് ചെയ്ത് അതിനെ ആസ്വദിച്ച് സിനിമ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇവരുടെ സിനിമകളും ആസ്വദിക്കാൻ നിവൃത്തിയില്ല. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.